സുഭദ്രയും മാത്യൂസിനെയും കാണാനായി ഈ പ്രദേശത്തെയും ഈ വിവരമറിഞ്ഞ മറ്റ് ഭാഗങ്ങളിൽ നിന്നായി തന്നെ നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയൊരു ജനസാഗരം തന്നെ ഈ പരിസരത്ത് ഈ വീടിനോട് ചേർന്നിട്ട് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഷർമിളയെ ഈ നേരത്തെ മാത്യൂസിനെ കൊണ്ടുപോയ അതേ ഈ വീടിനോട് ചേർന്ന് അല്പം അകലെയുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കൊണ്ടുപോയിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗത്തു നിന്നാണ് തലയണ ലഭിച്ചിരുന്നത്. ആ ഭാഗത്തേക്ക് തന്നെയാണ് നിലവിൽ ഷർമിളയുമായി അന്വേഷണ സംഘം പോകുന്നത്. ഈ നിലവിൽ നേരത്തെ മാത്യൂസിനെ എത്തിച്ചിരുന്ന അതേ സ്ഥലത്ത്, നേരത്തെ തലയണ ലഭിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് നിലവിൽ ഷർമിളയെയും എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ കാര്യങ്ങൾ നേരത്തെ മാത്യൂസ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഷർമിളയും അന്വേഷണ സംഘത്തോട് വിവരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ തലയണ നേരത്തെ മാത്യൂസ് കാണിച്ചു കൊടുത്ത ഈ തലയണ കണ്ടെത്തി അതേ പോലീസുകാരുടെ ഓഡിയോ പോട്ടെ. പിന്നെ സത്യത്തിൽ വളർന്നു കണ്ടിട്ട് കലവൂരിലെ വീട്ടിൽ 2 പ്രതികളുമായുള്ള തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മൃതദേഹം കുഴിച്ചിട്ടിരുന്ന ഭാഗത്ത് വെച്ച് മാത്യൂസിൽ നിന്നും തെളിവെടുത്തു. അതിനുശേഷം പുറത്ത് മുറ്റത്ത് പറമ്പിൽ നിന്നും ഒരു തലയിണ കണ്ടെത്തി. വീടിനകത്തും പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോവുകയാണ് പ്രതികളുമായി. നമുക്ക് ഓഡിയോ ശരിക്കും കിട്ടുമോ അനഘ? ശ്രുതി കേൾക്കാമോ? പറഞ്ഞോളൂ.
നിലവിൽ ഈ രണ്ട് പ്രതികളുമായി ഈ തെളിവെടുപ്പ് അന്വേഷണ സംഘം പൂർത്തിയാക്കി ഈ മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നേരത്തെ കണ്ടെത്തിയിരുന്ന തലയണ ഈ സുഭദ്ര ഉപയോഗിച്ചിരുന്ന തലയണയാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അടുക്കളയ്ക്ക് പിന്നിലെ ഭാഗത്ത് ഒരു തെങ്ങിൻ ചുവട്ടിലാണ് കഴുത്ത് മുറുക്കി സുഭദ്രയെ കൊല്ലാൻ ഉപയോഗിച്ച ഷാളായിരുന്നു. ഒരു മിനിറ്റ് അനഘ, ഇപ്പോൾ എന്താണ് ഇപ്പോൾ നടക്കുന്നതിലേക്ക് പോട്ടെ. വീണ്ടും ഷാൾ എത്തിച്ചു നൽകിയതും മറ്റു വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചർമ്മള പോലീസ് സംഘത്തോട് വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അങ്ങനെ ശർമ്മളയെ ജോമോനെ ആക്കിയിട്ട് പോയി. മറ്റാരെ കഴിച്ചാൽ അനഘ, തെളിവെടുപ്പ് പൂർത്തിയായി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? പല ഭാഗത്തായി പോലീസ് അവരുമായി പോകുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയോ അവിടുന്ന്? തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം നിലവിൽ ഈ പ്രതികളുമായി ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. ഈ അരമണിക്കൂറോളം നീണ്ട ഒരു തെളിവെടുപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ മാത്യൂസിനെയും ഷർമിളയെയും വെവ്വേറെ തന്നെയാണ് ഈ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. നിലവിൽ ഈ പ്രതികളുമായി അന്വേഷണ സംഘം ഈ കലവൂരിലെ ഈ കൃത്യം നടത്തിയ വീട്ടിൽ നിന്ന് മടങ്ങുകയാണ്. ഏറെ നിർണായകമായത് ഈ നേരത്തെ കണ്ടെടുത്ത തലയണ അത് സുഭദ്ര ഉപയോഗിച്ച തലയണയാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ മറ്റൊന്ന് ഈ നേരത്തെ ഒരു കത്തിയ അവശിഷ്ടം, തുണിയോ മറ്റോ കത്തിയ അവശിഷ്ടം കണ്ടിരുന്നു. അത് ഇത്തരത്തിൽ സുഭദ്രയുടെ കഴുത്തിൽ സുഭദ്രയെ കൊല്ലാൻ ഉപയോഗിച്ച ഷാൾ കത്തിച്ചു കളഞ്ഞതാണ് എന്ന് അന്വേഷണ സംഘത്തോട് ഈ പ്രതികൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കി അന്വേഷണ സംഘം മടങ്ങിയിരിക്കുകയാണ്. ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ച ഏറ്റവും കൊടും 73 വയസ്സുള്ള ഒരു വയോധികയോട് കാണിച്ചിരിക്കുന്നത് കൊടും ക്രൂരതയാണ്. ആ പ്രതികളെ കാണാൻ വേണ്ടിയാണ് ഈ ഒരു പ്രദേശത്തെ ഒന്നാകെ ആളുകളെല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. നിലവിൽ ഈ പ്രതികളുമായി നേരെ അന്വേഷണ സംഘം പോവുക ഉടുപ്പിയിലേക്കായിരിക്കും. ഉടുപ്പിയിൽ പ്രതികൾ സ്വർണം പണയം വെച്ച സ്ഥലത്തെത്തി അവിടെയായിരിക്കും ഇനി അടുത്ത തെളിവെടുപ്പ്. ഈ പ്രതികളുടെ മാത്യൂസിൻ്റെയും ഷർമിളയുടെയും തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും ഈ കേസിലെ 3-ാം പ്രതിയായിട്ടുള്ള റൈനോൾഡിനെ കസ്റ്റഡിയിൽ വാങ്ങുക. റൈനോൾഡുമായിട്ടുള്ള ചോദ്യം ചെയ്യലടക്കം ഉണ്ടാവുക. ശരി, സുഭദ്ര കൊലക്കേസിൽ 2 പ്രതികളുമായുള്ള വീട്ടിലെത്തിയുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. പോലീസ് പ്രതികളുമായി മടങ്ങിയിരിക്കുന്നു.